ചായ എന്താ റൂമിൽ തന്നെ ഇരിക്കുന്ന, പുറത്തോട്ടൊന്നും വരുന്നില്ലേ? നിനക്ക് റൂമിന്ന് പുറത്തു പോലും ഇറങ്ങിയില്ലല്ലോ. എന്റെ ഉമ്മായിൽ നിന്നും ഷഹാനയിൽ നിന്നും ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. എന്റെ ചെറുപ്രായത്തിൽ ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു. അന്ന് ഒരു 5 സെന്റ് വസ്തുവും ഒരു ചെറിയ ചെറ്റമാടോ ഇരുന്നത്. പക്ഷെ ഉമ്മ എല്ലാം മറന്ന് വാപ്പാടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലായിരുന്നു. ഷഹാനയുടെ വിവാഹം നടത്തി കൊടുക്കാനും അവൾക്കുള്ള സ്ത്രീധനം കൊടുക്കാനും അവളെ ഭർത്താവിനെ ഞാൻ ഗൾഫിൽ കൊണ്ടുപോയതും അവർക്ക് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം കൊടുത്തു. ഷഹാന വരുന്നതിന് 2 മാസത്തേക്ക് മുമ്പ് എൻ്റെ 5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഉമ്മയോട് പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവരുടെ കണക്ക് പറയാനും പോയിട്ടില്ല. കണക്ക് വെച്ചല്ല ഞാൻ ജീവിച്ചത്. ഇത്ര പെട്ടെന്ന് ഞാൻ നാട്ടിൽ ഇങ്ങനെ കൂടുമെന്നും ഇങ്ങനെയൊക്കെ ആവുമെന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതുമില്ല. പക്ഷേ 1 രൂപ എൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ടില്ല. എനിക്കിന്ന് ജീവിക്കണ്ടേ? എന്തെങ്കിലും ഒരു തൊഴിൽ അത് കണ്ടെത്തണ്ടേ? ഞാൻ എവിടെ പോവും? മറ്റെന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഇതല്ലാതെ വേറൊരു വഴിയില്ല. ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് ഉമ്മാക്കും സഹോദരിക്കും വേണ്ടി മാത്രമായിരുന്നു. ഒരു കാര്യം പറയട്ടെ, അവർ ചോദിക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടോ. ഞാൻ എൻ്റെ ഉമ്മയോട് ഇങ്ങനെ കാര്യം വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ് അത് കുറച്ചേ ഉള്ളൂ, 3 സെന്റ് ആ ചെറിയ വീടുവാ, അതിന്റെ പ്രമാണം തരാൻ തൽക്കാലം, അതുകൊണ്ട് ലോൺ വെച്ചിട്ട് ആവശ്യമുള്ള പൈസ എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടൊന്നും ആവത്തില്ല. പിന്നെ 20 ലക്ഷം രൂപ വേണം. ഉമ്മ എനിക്ക് തന്ന ആഭരണം ഉണ്ടല്ലോ, ഇക്ക വാങ്ങി തന്നില്ലായിരുന്നു, അത് എൻ്റെ കയ്യിലുണ്ട്. അതൊരു 10 പവനോളം ഉണ്ടല്ലോ. എല്ലാം കൂടെ കൊണ്ട് നമുക്കത് ചെയ്തൂടെ? നമ്മളെ വെച്ചാൽ ഒരു 3-4 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. അതും ആഭരണം എല്ലാം കൂടെ കൊണ്ട് ഇക്ക് വിചാരിക്കുന്ന പ്രോജക്റ്റ് തുടങ്ങാൻ പറ്റുമെങ്കിൽ. അതൊന്നും വേണ്ട. ഉമ്മ വിളിക്കുന്നു. അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു, അതോടെ കഴുകി വെച്ചിട്ട് പോയിട്ടോ വരാം. ഒക്കെ വിഷമിക്കണ്ടേ, എന്തെങ്കിലും ഒരു വഴി കുടിച്ചോളൂ. എന്തെങ്കിലും ഒരു വഴി റബ്ബ് കാണിച്ചു തരൂക്ക. ഒക്കെ വിഷമിക്കാതെ ഇരിക്കാൻ. ഞാൻ പാത്രങ്ങൾ കഴുകിയിട്ടിട്ട്. സബിയത്തെ, അവിടെ കൊറേ തുണികൾ അലക്കാൻ കൊണ്ടിട്ടിട്ടുണ്ട്. അല്ലല്ല, അതവിടെ വൈ. നീ ആദ്യം പോയ തുണിയെല്ലാം അലക്കേ. വെള്ളം കോരി അലക്കിയാ മതിയേ. എന്റെ നല്ല സാരിയുണ്ട്, ഷഹാനയുടെ നല്ല ചുരിദാറുകളും ഉണ്ട്. നല്ല വൃത്തിയായിട്ട് അലക്കിയിട്. അല്ല, അതവിടെ ഇട്, അത് വന്നിട്ടേ നീ പോ. ഷഹാന, നീ വാ. എന്തുമാ? അവള് പോയി. ഞാൻ അവിടെ തുണി അലക്കാൻ പറഞ്ഞു വിട്ട്. നിന്നുമായിട്ടൊന്നും സംസാരിക്കണ്ടേ, അല്ലെങ്കിൽ എല്ലാം കേൾക്കും. എന്നിട്ട് അവൻ്റെ ചെവി ചെന്ന് ഓതി കൊടുക്കും. അലക്കാനാ? എൻ്റെ പൊന്നു മോളെ, ഇന്നലെ എൻ്റെ ആദ്യ ഇളവിയത്. അവൻ തട്ടേ നിന്ന് പ്രമാണം വേണോന്ന് പറഞ്ഞത് ഞാൻ എവിടുന്ന് കൊടുക്കുമായിരുന്നു. എങ്കിൽ എല്ലാം ഇപ്പം അവൻ അറിയത്തില്ലായിരുന്നു. അവനിപ്പോ ഇങ്ങനെ ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ച. ഉമ്മ ഒരു തരത്തിലും എഴുതാനും വഴങ്ങരുതേ. എന്തൊക്കെ പറഞ്ഞാലും ഉമ്മ പറയണം ഉമ്മയുടെ പ്രമാണം തരുത്തില്ലെന്ന്, കേട്ടാ? ഞാൻ കൊടുക്കൂന്ന് പറയത്തില്ല, പ്രമാണം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാ നിൽക്കും. വിളിച്ചായിരുന്നു, ഒരു വിസ ശരിയായിട്ടുണ്ട്. ആണാ?
വിസ ശരിയായ ഒരു ഇക്ക നിൽക്കുന്ന കമ്പനി തന്നെ ഉമ്മ. പക്ഷേ സീപ്പറാണ്, സീപ്പർ. എന്താ ജോലി? ഡേ തൂപ്പോടി, വേറെ ഒരു ജോലി നോക്കാൻ പറ മോളെ. കഷ്ടം, എന്തായാലും എൻ്റെ മോനല്ലേ ഇവിടെ. പക്ഷെ ഇക്കാലത്ത് അത് പറയരുത്. ഇക്കാലത്ത് നമുക്ക് സൂപ്പർവൈസർ ആണെന്ന് പറയാം. എന്തായാലും ഇക്ക ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്വർണവും സേഫാണ്, പ്രമാണവും സേഫാണ്. പിന്നെയൊക്കെ ബിസിനസ് തുടങ്ങുമെന്ന് പറയത്തില്ലല്ലേ. ജോലി ആയി കഴിഞ്ഞാൽ ഇക്കായ്ക്ക് പിന്നെ അതൊരു വിഷയമല്ല. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇക്ക അവിടുത്തെ കുടുംബമായിട്ട് ഇക്ക അങ്ങ് പോകും. എങ്കിൽ തൂപ്പ്. നീ പറയണ്ട, അതൊന്നും പറയണ്ട. വലിയ ഏതെങ്കിലും ഇത് പറഞ്ഞാൽ മതി. അവിടെ കൊണ്ടു ചെന്നിട്ട് ഏതായാലും അവൻ അവിടെ അങ്ങ് നിൽക്കും. കാര്യം ഇവിടെ വന്ന് നിൽക്കാനും ഗതിയൊന്നും ഇല്ലല്ലേ. അപ്പൊ നമുക്കൊരു പ്രശ്നവും ഇല്ലമ്മ. അപ്പൊ ഉമ്മയുടെ പ്രമാണം സേഫാണ്, സ്വർണം സേഫാണ്. അവളെ കൊണ്ട് ഉമ്മയൊക്കെ എല്ലാം ചെയ്യിക്കും. അവള് വേലക്കാരിയായിട്ട് ഇവിടെ കിടക്കുകയും ചെയ്യും. അതല്ലേ നല്ലത്. അത് നല്ലതാ മോളെ. പിന്നെ അതേ കണക്ക് ഈ കഴുത്തേലും കഥയിലും ഒക്കെ തൂക്കിക്കൊണ്ട് നടക്കുന്നില്ലേ, അതിന് തേട് ഞാൻ വെച്ചേക്കാം. എന്താളെ ഇതൊക്കെ ഇട്ട് ഞാൻ കൊതി തീർത്തില്ലടി. പിന്നെ ഊരി വെക്കുന്നത് ഇത് കാണുമ്പോ ഇക്ക അറിയും അതിൽ നിന്ന് കുറച്ചിഞ്ഞ് താവുമ്മ. അപ്പൊ പൈസയൊന്നും ഇല്ലല്ലേ, ചിലവൊക്കെ അടക്കണ്ടേ. പണയത്തിനും വെക്കാനും അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ കുറച്ച് പൈസ മതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഊരി വാങ്ങിക്കത്തില്ലേ. സ്വർണ്ണം ഉണ്ട്, അവൻ്റെ പൈസയൊന്നും ഇല്ല. പക്ഷേ എൻ്റെത് വാങ്ങിക്കുമോ അവൻ? പിന്നെ പോയ വഴിക്ക് അങ്ങ് പോവും. ഒരു കാര്യം ചെയ്യാം, അത് ഞേതാ എന്നാ നീ വെച്ചേരെ. എൻ്റെ ഇത് കിടക്കുന്ന കാണുമ്പോൾ അവനിക്ക് ഇനി ഇതെല്ലാം കൂടെ ബാക്കി അവൻ കടവും കൂടെ കൊണ്ടിട്ട് ചിലപ്പോൾ ബിസിനസ് തുടങ്ങാന്നങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യും? 2 മാല ഊരണോടി. ഞെടുമ്മ, ആ മാലയും കൂടി ഞെട്. ഞെട്, ഞാൻ വെച്ചേക്കാം. സൂക്ഷിച്ചു വെച്ചേക്കണം കേട്ടാ. ബാഗിലൊന്നും വെക്കണ്ട, നീ ഇവിടെ തന്നെ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചങ്ങ് വെച്ചിരുന്നാ മതി. ഒരു 20 പവനുണ്ടടി പെണ്ണെ. എൻ്റെ ഈ സുരക്ഷിതമായിട്ടിരിക്കും. ഇത്രയൊക്കെ ഉണ്ടാ? ഇതെൻ്റെ ഇരിക്കും ആ സുരക്ഷിതം. ഞാൻ പോവും, ഇക്ക പോയി കഴിഞ്ഞാൽ ഞാനങ്ങ് തരാം. കളയാതെ കൊണ്ടുപോയി. എല്ലാം എൻ്റെ മരണശേഷവും നിനക്ക് തരും. ഞാൻ വെച്ചേക്കമ്മ, എൻ്റെ കൈ സുരക്ഷിതമായിരിക്കും. എടി പൊന്നു മോളെ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കല്യാണം നടത്തിയത് അവനാ. അവൻ വല്ലതും ഉണ്ടായിരുന്ന ഇവിടെ തരാൻ? എൻ്റെ വാപ്പാടേ വല്ലതും ഉണ്ടായിരുന്ന? ഒന്നുമില്ലായിരുന്നു. നിനക്ക് എത്ര പവൻ്റെ സ്വർണം തന്നടി? നീ ചോദിക്കുമ്പോ നിനക്ക് പറഞ്ഞ പൈസയുടെ ഇരട്ടി അവൻ തന്ന? ഇത് അവന്റെ അധ്വാനം തന്നെയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോ അവനിക്കാ കൊടുക്കാനുള്ള. തന്നതും കെട്ടിച്ച കാര്യം കണക്ക് നോക്കുമ്പോ പറയുവാണ ഉമ്മ ഇതാണോ മനസ്സിൽ വെച്ചേക്കുന്നത്? അല്ലേ, എല്ലാം അവനിക്കുള്ളത് തന്നെ. പിന്നെ ഞാൻ തറുതട്ടെ നിൽക്കുന്ന എന്താന്നറിയാ? ഇവിടെ അവൻ കല്യാണം കഴിച്ചത് ാണ്. നിയമപരമായിട്ട് അവളാണ്. ഇതെല്ലാം അവക്ക് പോവും. അവനിക്ക് കിട്ടിയ അവള് കൊണ്ട് അനുഭവിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് തരാന്ന് വെച്ചത്. ഇല്ലാതെ നിനക്ക് തന്നിട്ട് നിനക്കൊന്നും തരാതിരുന്നിട്ടൊന്നും അല്ല. എല്ലാം തന്നാ നിനക്ക് തന്നെ. ആങ്ങളമാരല്ലേ തരേണ്ടത്. ഇപ്പൊ അതേ കണക്ക് പറയുന്നു. എല്ലാം ഇക്ക എന്നെ ഉണ്ടാക്കിയത്, ഞാൻ സമ്മതിച്ച് എന്നും പറഞ്ഞ് അവക്ക് കൊണ്ടുപോണ.
അമ്മായിക്ക് അറിയാല്ലേ, നമ്മളീ പെട്ട ആരും അനുഭവിക്കത്തില്ല. അവള് രാജകുമാരിയെ കണക്ക് ഇങ്ങനെ ഇരിക്കും. അത് വേണ? അത് വേണ്ടല്ലേ. ഇനി ഉമ്മ പോയി കണക്ക് പറ. എന്നെ കെട്ടിച്ച കണക്കും എനിക്ക് തന്ന കണക്കും പിന്നെ ഇതെല്ലാം ഉണ്ടാക്കിയ കണക്കും. ഉമ്മ മിണ്ടാതങ്ങിരുന്നാ മതി. അവൻ കൊച്ചിലേ പോയി അവന്റെ 18ാമത്തെ വയസ്സിൽ അവൻ ജോലിക്ക് ഇറങ്ങിയവനാ അല്ലേ. ഇത്രയും കാലം അവൻ കഷ്ടപ്പെട്ടില്ലേ. മറ്റുള്ളതും കൂടെ ഊറ്റിക്കൊണ്ടുവന്ന് ഇവിടെ എല്ലാം ചെയ്തു തന്നില്ലേ. സുഖ സൗകര്യത്തിൽ നീ ചോദിക്കുമ്പോ നിനക്ക് കഴിഞ്ഞ മാസം പൈസ തന്നെന്ന് പറഞ്ഞല്ലടി. കഴിഞ്ഞ മാസം അതിന്ന് 1 ലക്ഷം അങ്ങോട്ട് തന്നതാ. 5 ലക്ഷം രൂപ ഞാൻ എന്റെ ആവശ്യം എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചിട്ട് 1 ലക്ഷം ഉമ്മായിക്കല്ലേ തന്നത്. നീയല്ലേ പറഞ്ഞത്. അതിന്ന് അവൾ എനിക്ക് തന്ന 1 ലക്ഷം രൂപ. ബാക്കി 4 ലക്ഷം നീ അങ്ങ് എടുത്തില്ലേ. എന്നിട്ട് പറയുന്നു നിനക്കിതൊന്നും തരേണ്ട കാര്യമല്ല. ഈ ഒരു കാര്യം വെച്ചോട്ട് വരുന്നു. അലക്ക് കഴിഞ്ഞാ? പോയി അലക്ക്. സോപ്പ് എടുക്കാൻ വന്നേക്കുന്നു. ഇവിടെ ഉമ്മായും മോളും എന്തോ സംസാരിക്കുന്നെന്ന് ഇരക്കാൻ വന്നേക്കുള്ള. എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇടയ്ക്കിടയ്ക്ക് നമ്മളമ്മ എന്തെങ്കിലും സംസാരിക്കുന്ന അതെല്ലാം പിടിച്ചെടുത്ത് ഇക്കായ്ക്ക് കൊടുക്കാൻ. എവിടുന്ന് കിട്ടി ഉമ്മായിക്ക്? എന്തിതായിട്ട് ഇട്ടുകൊണ്ട് കിടന്നാ ഞാനാ. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പാപ്പരാക്കിയല്ലേ. കിലുക്കൊന്നും ഇല്ലാതെ എനിക്ക് ഉറക്കം പോലും വരത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ഓ ശരി. ശരി എന്നാ. ഓക്കെ. സബിയത്തെ ഉമ്മയെ ഇപ്പൊ കാണണ്ട. സബിയത്തിനെ കണ്ടോണ്ടിരുന്നാ മതി. സബിയത്തെ ബാ. വരുന്നക്കാ. എന്തൊക്കാ? എന്തൊക്കാ? എന്താ? ബാ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ബാ, റൂമിലിട്ട് പോവാം. ബാ, പറയാം. ബാ. മണി 8 ആയില്ല. ഫോണിൽ പിടിച്ചോണ്ട് പോന്നു. പണിയൊക്കെ തീർത്താ എന്റെ? വന്നിട്ട് കഴിവമ്മ. സ്വന്തം ഉമ്മ ഇരുന്നിട്ട് അവൻ എന്താന്നൊരു വാക്ക് പറയാനില്ല. സബിയത്ത് മതി, സബിയത്ത്. എന്ത് കലക്കി കൊടുത്താ എന്താ അവള്. ഉമ്മയുടെ സാരി തുമ്പി പിടിച്ചോണ്ട് ഇടുന്നവന് എന്ത് പറഞ്ഞാലും അത് കേട്ട് നടന്നവനെ ഇപ്പൊ എന്ത് പറഞ്ഞാലും സബിയത്തിന് മതി. അതൊന്നും അതെന്റെ വിഷമം. എത്ര ദിവസം ഇനി ഇത് ഊരി വെക്കണോ എന്തോ. പോയെങ്കിൽ പെട്ടെന്ന് ഒക്കെ ഒന്ന് എടുത്തിട്ടുകൊണ്ട് നടക്കായിരുന്നേ. പുറത്തൊക്കെ ഇനി ആളുകൾ അയലത്തെ അവരൊക്കെ കണ്ട എന്താ പറയും. മോൻ വന്ന് ഇന്നിട്ട് എല്ലാം വാങ്ങിച്ച് പണയം വെച്ചെന്ന് പറയും. ആണക്കേട്. ഇത്രയും സ്വർണം ഇട്ടുകൊണ്ട് ഞാൻ ആട്ടിയത് ഇനി 2-3 ദിവസം പുറത്തോട്ട് ഇറങ്ങണ്ട. അല്ലെങ്കിലേ ഓരോരുത്തര് ദൂഷിച്ച് പറയാനായിട്ട് നടക്കുക. അയ്യോ പണയം വെച്ചോ എല്ലാം, മോൻ വന്നപ്പോ എല്ലാം അങ്ങ് എടുത്ത് വെച്ചോ, എന്തേ മാല എന്തിയേ, ആ മാല എന്തിയേ, എല്ലാത്തിൻ്റെ ഡിസൈൻ വരെ അറിയാവുന്ന നാട്ടുകാർ. 5-6 ദിവസം പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഞാൻ പോകുന്നിടം വരെ പുറത്തിറങ്ങണ്ട. ഇങ്ങോട്ട് വാ സബിയത്തെ, കഥ അടച്ചിട്ട് ഇങ്ങോട്ട് വാ.
ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇങ്ങോട്ട് ബാ. എന്തൊക്കെ അവിടെ ഒരുപാട് ജോലി നടക്കുന്ന ഉമ്മ എന്നെ വഴക്ക് പറയും. വിളിച്ചെന്റെ കൂട്ടുകാരനാണ്. ആര് വിളിച്ചോ? അവനൊരു ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അപ്പൊ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തവൻ പറഞ്ഞ് കുറച്ച് കടകളിൽ കൊണ്ടുപോയി സെയിൽ ചെയ്ത് ഞാൻ ചെറിയ ഒരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പൊ എന്തെങ്കിലും ഒരു ഇതാവുന്നത് വരെ നാട്ടിൽ പിടിച്ച് നിൽക്കാമെന്ന് അവൻ്റെ എന്നോട് പറഞ്ഞു. അപ്പൊ അതിന് എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ഒരു സ്കൂട്ടിയോ ഒരു ഓട്ടോയോ എടുക്കണം. അപ്പൊ അത് എടുക്കാനായിട്ടുള്ള എന്തായാലും ഒരു 50,000 1 ലക്ഷം രൂപ എന്തായാലും വേണം. നിന്റെ കയ്യിലുള്ള സ്വർണം തന്നാലേ ഞാനതങ്ങ് എടുത്തു തരാം. എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാന് അല്ലാതെ നമുക്കിവിടെ നാട്ടിൽ പക്ഷെ ആ ഒരു ജോലി എന്നൊക്കെ പറയുമ്പോ ഇത്രയും വലിയൊരു സ്ഥാനത്തേക്കുള്ള ആ ഒരു ജോലി നീ എന്തുവാടാ നീ പറയുന്നത്? ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ തന്നെ ഞാൻ ജോലി ചെയ്യാ. ഗൾഫിൽ പോയി നിന്നിട്ടും ഇതൊക്കെ തന്നെ കാര്യം. ഞാൻ പിച്ച വെച്ചാണ് ഞാൻ ഇത്ര ഇതിലെത്തിയത്. ഞാൻ എല്ലാ ജോലിയും ചെയ്യും. ഒരു ജോലി ചെയ്യാനും ഞാൻ ഒരു മടിയുള്ള ആളല്ല. എന്ത് ജോലി ഇട്ടാലും ഞാൻ ചെയ്യും. അത് ഉമ്മായെടുക്കാന്ന് പറഞ്ഞില്ല. ഉമ്മായോടൊന്നും പറയണ്ടടോ. ഉമ്മായോട് ഇന്നലെ പറഞ്ഞപ്പോ തന്നെ ഉമ്മായുടെ മട്ടും പാവവും രീതിയും നീ കണ്ടതല്ലേ. ഉമ്മായോടൊന്നും പറയണ്ട. പിന്നെ എന്തെങ്കിലും പറഞ്ഞ ഷഹാനായി പോയി ഉമ്മായോട് എരി കയറ്റി കൊടുക്കും. അപ്പോൾ എന്നെ ഇത് ചെയ്യാൻ താമസിക്കാതാവും. എനിക്കിവിടെ ഒരു പിടിവള്ളി കിട്ടുന്നത് വരെ എനിക്കിത് എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ. നമുക്ക് ജീവിക്കണ്ടേ? നമുക്കും ജീവിക്കണം. നമുക്ക് എല്ലാത്തിനും ഇതൊരു പുതിയ തുടക്കമാവട്ടെ. നീ എൻ്റെ ഒപ്പം കാണൂലേ? തീർച്ചയായും ഉണ്ടാവണം. ഉണ്ടാക്കാം. അത് മതി.